എൻ്റെ സ്കൂളിൽ ഇന്ന് ശാസ്ത്രമേളമാണ്. അതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഞാൻ പെയിൻ്റ് അടിച്ചു കൊടുത്തു. ഉമ്മ അത് ശരിയാക്കി. നമ്മളിപ്പോൾ ചെയ്യുന്നത് സ്റ്റിൽ മോഡലാണ്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സർക്കിൾ, സ്ക്വയർ. ഇതെല്ലാം എനിക്ക് എൻ്റെ ഉമ്മ ചെയ്തു തന്നു. ഓരോ ഷേപ്പ് വെച്ച് ഹോസ്പിറ്റൽ, സ്കൂൾ, ഹൗസ് ഇതെല്ലാം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അടുത്തത് കൊച്ചു വർക്കിംഗ് മോഡലാണ് ചെയ്യുന്നത്. ജലസ്രോതസ്സുകളെ കുറിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഉമ്മച്ചി ഞാനും ആണ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ വാപ്പയും സഹായിക്കാൻ വന്നു. എൻ്റെ മോളെ സ്കൂളിൽ ശാസ്ത്രമേളയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു കൊച്ചു വർക്കിംഗ് മോഡലാണ് ചെയ്യുന്നത്. സ്റ്റിൽ മോഡൽ ചെറിയൊരിത് അവൾക്ക് പാഠവുമായി ബന്ധപ്പെട്ടത് ഞാൻ ചെയ്ത്. അതിൻ്റെ ഒരു വർക്കിംഗ് മോഡലാണ്. അതും അവൾക്ക് പാഠവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ജലസ്രോതസ്സുകളെ കുറിച്ചുള്ളതാണ്. അത് നമ്മൾ ആദ്യം ഒരു വീട് പോലെ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിന് ചുറ്റും കുളം, കായൽ, കിണർ, പുഴ, അരുവി ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു വർക്കിംഗ് മോഡലാണ് ഞാൻ ചെയ്തത്. എൻ്റെ കൂടെ എല്ലാ സഹായത്തിനും അവൾ വന്നിരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വീടിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു മഴ പെയ്യുന്ന രീതിയിലൊരു ഇത് വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മഴ പെയ്യുകയും ആ മഴവെള്ളം ശേഖരിക്കുന്ന രീതിയിൽ ഒരു മഴവെള്ള ജലസംഭരണിയും ഞാൻ ചെയ്തായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ അവളെ വാപ്പ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വന്നിരുന്ന് ഞങ്ങളെ കൂടെ ഇരുന്ന് ഞങ്ങൾ ചെയ്യുന്നത് കാണുകയും കൊള്ളാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഞാൻ ചെയ്യുന്നത്. അവളെൻ്റെ കൂടെ ഒന്ന് സഹായിക്കുന്നതൊക്കെ. പിന്നെ അവളെ വാപ്പച്ചിയും കുറച്ച് ഐഡിയാസൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ വർക്കിലേക്ക് കടന്നു. ഏകദേശം ചെറിയ ഒരു പ്രോസസ്സ് തന്നെയായിരുന്നു. ചെയ്തെടുക്കുക എളുപ്പമായിരുന്നു. കുറച്ച് സാധനങ്ങളെല്ലാം വെച്ച് തന്നെ നമ്മുടെ വീട്ടും പരിസരത്തും കിട്ടുന്ന കുറച്ച് പ്ലാസ്റ്റിക് വസ്തുക്കളെല്ലാം വെച്ച് തന്നെയാണ് ഞാൻ ഇത് വർക്ക് ചെയ്തത്. കഴിഞ്ഞു. അത് മുഴുവനായിട്ട് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കേണ്ട ഇതും കൂടെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് ആ സമയത്ത് ആ സ്കൂളിൽ പോയിട്ട് അത് ചെയ്യുന്ന സമയത്ത് ഒഴിച്ചാൽ മതിയാകും. തൽക്കാലം ആ ഒരു പ്രോസസ്സ് അതുവരെ ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. ഇതാണ് ശാസ്ത്രമേള നടക്കുന്നത്. എല്ലാ കുട്ടികളും വന്നിട്ടുണ്ട്. പിന്നെ അവൾ ചെറിയൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അത് ആദ്യമായിട്ടാണ് അവൾ ചെയ്യുന്നത്. അവളെ പഠിപ്പിച്ച പാഠവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവൾ ചെയ്യുന്നത്. ചെറിയൊരു എക്സ്പെരിമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ശാസ്ത്രമേളയ്ക്ക് തയ്യാറായി. പിന്നെ പേരൻസും നമ്മളെ മുകളിലേക്ക് കയറ്റി വിടില്ലെന്ന് പറഞ്ഞു. പിന്നെ കുട്ടികളെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ മാത്രം താഴെ വന്ന് കുറച്ച് നേരം ഞങ്ങളുടേതായ കുറച്ച് സമയമായിരുന്നു. പിന്നെ എല്ലാം അവർ ജഡ്ജസൊക്കെ വന്ന് കണ്ട് മാർക്കൊക്കെ ഇട്ടിട്ട് പോയതിന് ശേഷം ഞാൻ പോയി അതെങ്ങനെ ചെയ്യുന്നത് എടുക്കുന്നതെന്നൊക്കെ മോളോട് ചോദിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കി. പിന്നെ കുട്ടികളൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു അവൾ ചെയ്തത് എന്താണ് ഏതാണെന്നൊക്കെ. കാരണം ഞാൻ പറഞ്ഞിരുന്നു ആദ്യം ചെയ്തപ്പോൾ വെള്ളമൊന്നും അതിൽ ഒഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ എങ്ങനെയാണ് ചെയ്തത്, അവർക്ക് എങ്ങനെയാണ് കാണിച്ചു കൊടുത്തതെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനൊന്ന് അവളോട് ചോദിച്ചായിരുന്നു. അവളതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തന്നു പറഞ്ഞ് തന്നായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ബാക്കിയുള്ള കുട്ടികളുടെതെല്ലാം കാണാൻ വേണ്ടി പോയിരുന്നു. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ നല്ല മനോഹരമായിട്ട് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കഴിവിനനുസരിച്ച് എല്ലാം നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ടീച്ചേഴ്സ് നല്ല രീതിയിൽ തന്നെ അവർക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളുടെ എല്ലാവരുടെയും വർക്കുകൾ അവരുടെ പ്രോജക്റ്റ് എല്ലാം ചേർത്ത് വെച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഇന്നത്തെ ശാസ്ത്രമേള അവസാനിച്ചു.